ഹായ് സ്റ്റുഡൻസ്, കേരള എ സിംഫണി ഓഫ് ഹാർട്ട് എന്ന 4th യൂണിറ്റാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് കാണുന്നൊരു പിക്ചർ ഉണ്ട് അല്ലേ? ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തിനെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ എന്ന്. കേരളത്തിലുള്ള വിവിധ കലാരൂപങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ തുടക്കത്തിൽ ഒരു ഡയറി കുറിപ്പ് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കാം. ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഗോട്ട് 2 prizes ഇൻ ദ സ്കൂൾ കലോത്സവം ആർട്ട് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് സ്കൂൾ കലോത്സവത്തിൽ 2 ഐറ്റംസിന് രണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറയാണ്. ഫസ്റ്റ് പ്രൈസ് ഫോർ ദ ഫോക്ക് ഡാൻസ് ആൻഡ് സെക്കൻഡ് പ്രൈസ് ഫോർ ലൈറ്റ് മ്യൂസിക്. എന്തിനൊക്കെയാണ് പ്രൈസ് കിട്ടിയത്? ഫോക്ക് ഡാൻസിനും അതുപോലെ തന്നെ ലൈറ്റ് മ്യൂസിക്കിനും. ദ ഫസ്റ്റ് പ്ലേസ് ഫോർ ഡ്രാമ വാസ് വൺ ബൈ മൈ ഫ്രണ്ട്സ് ഇൻ സ്റ്റാൻഡേർഡ് 4. അതുപോലെ തന്നെ ഡ്രാമയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് എൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരാണ്. വാട്ട് ഐ ലൈക്ക് ദ മോസ്റ്റ് വാസ് സനോജ് സ്പീച്ച് ആൻഡ് നിലാസ് മോണോ ആക്ട്. അതുപോലെ തന്നെ കലോത്സവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് അവളവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? സനോജിൻ്റെ പ്രസംഗം, സ്പീച്ച്, അതുപോലെ തന്നെ നിളയുടെ മോണോ ആക്ട്. ഹാവ് യു റെഡ് നീതൂസ് ഡയറി? അപ്പോൾ വായിച്ചത് നീതുവിൻ്റെ ഡയറിയാണ്. ഇൻ വിച്ച് കോമ്പറ്റീഷൻസ് ഡിഡ് നീതു വൺ ദ പ്രൈസസ്? നീതുവിന് ഏതിലൊക്കെയാണ് പ്രൈസ് കിട്ടിയത്? ഏതിലൊക്കെയായിരുന്നു? ഫോക്ക് ഡാൻസിലും അതുപോലെ തന്നെ ലൈറ്റ് മ്യൂസിക്കിലും ആയിരുന്നു അല്ലേ? വിച്ച് ആർ ദ ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസ് എൽഡ് ഇൻ ദ സ്കൂൾ കലോത്സവം? സ്കൂൾ കലോത്സവത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഏതൊക്കെയാണ്? വിച്ച് ആർ ദ സ്റ്റേജ് ഐറ്റംസ്? അതിൽ തന്നെ സ്റ്റേജ് ഐറ്റംസ് ഏതൊക്കെയാണ്? വിച്ച് വൺ ആർ നോട്ട് സ്റ്റേജ് ഐറ്റംസ്? ഇനി സ്റ്റേജ് ഐറ്റംസ് അല്ലാത്ത ഓഫ് സ്റ്റേജിൽ നടക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ എഴുതാനാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ കലോത്സവത്തിൽ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത്, അതിൽ സ്റ്റേജിലുള്ളത് ഏതാണ്, ഓഫ് സ്റ്റേജ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നൊന്ന് നോട്ട് ബുക്കിൽ എഴുതുക. നില വാസ് വാച്ചിങ് ദ കളർഫുൾ പിക്ചേഴ്സ് ഓഫ് കലോത്സവം വിന്നേഴ്സ് ഇൻ ദ ന്യൂസ് പേപ്പർ. അങ്ങനെ പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിൽ ഈ കലോത്സവത്തിൻ്റെ വിന്നേഴ്സിൻ്റെ പിക്ചേഴ്സ് അവൾ കാണുകയാണ് നിള. ഷി ആസ്ക്ഡ് ഹെർ മദർ, ഈസ് ദ തിരുവാതിരക്കളി പെർഫോംഡ് ഓൺലി ബൈ ഗേൾസ്? അങ്ങനെ അമ്മയോട് ചോദിക്കാൻ, തിരുവാതിരക്കളി പെൺകുട്ടികൾ മാത്രമാണോ കളിക്കുന്നത്? മദർ, യെസ് ഡിയർ, തിരുവാതിരക്കളി ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോംഡ് ബൈ വുമൻ. ഇറ്റ് ഈസ് പെർഫോംഡ് ആസ് പാർട്ട് ഓഫ് ദ തിരുവാതിര സെലിബ്രേഷൻ ഓഫ് ഇൻ ദ മന്ത് ഓഫ് ധനു. അപ്പോൾ എന്താണ് തിരുവാതിരക്കളി എന്ന് അവിടെ പറയുന്നുണ്ടല്ലോ. എന്താണ് അത്? ഗേൾസ് മാത്രമാണ്, അല്ലെങ്കിൽ വിമൺ മാത്രമാണ് അത് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് തിരുവാതിര സെലിബ്രേഷൻ, ധനു മാസത്തിലുള്ള തിരുവാതിര സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒന്നാണ് തിരുവാതിരക്കളി. അപ്പോൾ തിരുവാതിരക്കളിയെ കുറിച്ചിട്ട് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് പ്ലേഡ് ബൈ ക്ലാപ്പിംഗ് ഹാൻഡ്സ് വൈൽ സ്റ്റാൻഡിങ് അറൗണ്ട് എ ലൈറ്റഡ് നിലവിളക്കു. ഇനി എങ്ങനെയാണ്? കൈകളൊക്കെ കൊട്ടി ഒരു ലൈറ്റ് ചെയ്ത് കത്തിച്ച് വെച്ച നിലവിളക്കിൻ്റെ ചുറ്റുമാണ് ഈ ഒരു കളി കളിക്കുന്നത്. അവിടെ പിക്ചർ കാണാം തിരുവാതിരക്കളിയുടെ. നിള, മദർ, വെൻ മാർഗംകളി വാസ് പെർഫോംഡ് ഇൻ കലോത്സവം ഇറ്റ് ആസ് ആൾസോ ഹാഡ് എ നിലവിളക്കു. അപ്പോൾ ഇനി അവൾ പറയാണ്, കലോത്സവത്തിൽ മാർഗംകളി പെർഫോം ചെയ്തപ്പോഴും ഒരു നിലവിളക്ക് ഉണ്ടായിരുന്നു. മാർഗംകളിയുടെ പിക്ചറും അവിടെ കൊടുത്തിട്ടുണ്ട്. മദർ, യെസ്, ഇൻ മാർഗംകളി ആൾസോ നിലവിളക്കു ഈസ് ലൈറ്റഡ് ആൻഡ് കെപ്റ്റ് ഇൻ ദ മിഡിൽ. മാർഗംകളിയിലും ഒരു നിലവിളക്ക് കത്തിച്ച് നടുവിൽ വെക്കാറുണ്ട് എന്ന് അമ്മ പറയാണ്. Song that describe the history of Christianity is sung for മാർഗംകളി. The costume for മാർഗംകളി is ചട്ട ആൻഡ് മുണ്ട്. അതുപോലെ തന്നെ മാർഗംകളിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണ്. ക്രിസ്ത്യൻ റിലീജിയനെക്കുറിച്ച് അവയുടെ ഹിസ്റ്ററിയൊക്കെ വരുന്ന പാട്ടുകളാണ് മാർഗംകളിയിൽ ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ മാർഗംകളിയുടെ ഡ്രസ്സിൻ്റെ പേരാണ് ചട്ട ആൻഡ് മുണ്ടു. ഫോർ തിരുവാതിരക്കളി ദ ഡാൻസേഴ്സ് വിയർ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഓഫ് കേരള. അതുപോലെ തന്നെ തിരുവാതിരക്കളിക്ക് എന്താണ്? കേരളയുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂമാണല്ലേ അവർ ധരിച്ചിട്ടുണ്ട്. സെറ്റുമുണ്ട് എന്ന് പറയുന്നതാണ് അവർ ധരിക്കുന്നത്. അപ്പോൾ 2 കലകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്, തിരുവാതിരക്കളിയും അതുപോലെ തന്നെ മാർഗംകളിയും. മദർ, ഡു യു നോ എനി അതർ ആർട്ട് ഫോം പെർഫോംഡ് ബൈ വുമൻ സ്റ്റാൻഡിങ് ഇൻ എ സർക്കിൾ? ഇനി നിനക്ക് ഇതുപോലെ സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് കളിക്കുന്ന വേറെ ഏതെങ്കിലും ആർട്ട് ഫോം അറിയുമെന്ന് ചോദിക്കണം. നീള പറയാണ്, ബോത്ത് ഒപ്പന ആൻഡ് വട്ടപ്പാട്ടും ആർ പെർഫോംഡ് ഇൻ സർക്കിൾ. ഒപ്പനയും വട്ടപ്പാട്ടും സർക്കിളിലായിട്ട് വട്ടത്തിൽ നിന്നിട്ടാണ് കളിക്കാറുള്ളത്. മദർ, യെസ്, ഒപ്പന ആൻഡ് വട്ടപ്പാട്ട് വിച്ച് ആർ പോപ്പുലർ ഇൻ മുസ്ലിം സൊസൈറ്റി ആർ പെർഫോംഡ് ഇൻ എ സർക്കിൾ. ഒപ്പനയും അതുപോലെ തന്നെ വട്ടപ്പാട്ടും മുസ്ലിം സൊസൈറ്റിയിൽ ഫേമസ് ആയിട്ടുള്ള ഈ 2 കലകളും വട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത്. ഹാവിൻ യു സീൻ വൺ ഓഫ് ദ ഗേൾസ് സീറ്റഡ് ഇൻ ദ മിഡിൽ വൈൽ പ്ലേയിങ് ഒപ്പന? അതുപോലെ ചോദിക്കുകയാണ്, ഒപ്പന കളിക്കുമ്പോൾ ഒരു കുട്ടി സെൻട്രലായിട്ട് ഇരിക്കുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിള, ഇസൻ ദാറ്റ് ദ ബ്രൈഡ്? അതെ, അത് ബ്രൈഡ്, മണവാട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ്. മദർ, യെസ്, ഒപ്പന ഈസ് എ ഗ്രൂപ്പ് ഡാൻസ് പെർഫോം ഡ്യൂറിങ് മുസ്ലിം വെഡ്ഡിങ് സെലിബ്രേഷൻസ്. പണ്ട് കാലത്ത് മുസ്ലിം വെഡ്ഡിങ് സെലിബ്രേഷൻസിൽ നടത്തിയിരുന്ന ഒരു ഡാൻസാണ് ഒപ്പന. മണവാട്ടിയെ നടുക്കിൽ ഇരുത്തിക്കൊണ്ട് കളിക്കുന്ന ഒന്നാണ് ഒപ്പന എന്ന് പറയുകയാണ്. ഡാൻസേഴ്സ് സ്റ്റാൻഡ് അറൗണ്ട് ദ ബ്രൈഡ് ആൻഡ് പെർഫോം ഒപ്പന. ഒരു മണവാട്ടിക്ക് ചുറ്റും വട്ടത്തിൽ നിന്നുകൊണ്ട് ഡാൻസേഴ്സ് ഒപ്പന പെർഫോം ചെയ്യുന്നു. ഒപ്പനയുടെ പിക്ചറും അവിടെ ഉണ്ട്.
മദർ, ഡു യു നോ ഹൂ പെർഫോംസ് വട്ടപ്പാട്ടു? ഇനി മദർ ചോദിക്കുകയാണ്, വട്ടപ്പാട്ട് ആരാണ് പെർഫോം ചെയ്യാൻ നിനക്കറിയോ? നീള, ഈസൻറ്റ് ഇറ്റ് പെർഫോം ബൈ ബോയ്സ്? അതെ, വട്ടപ്പാട്ട് ആൺകുട്ടികളല്ലേ കളിക്കാറ് ചോദിക്കുകയാണ് മദർ. യെസ്, വട്ടപ്പാട്ട് ഈസ് പെർഫോം ബൈ മെൻ. ദിസ് ഫോം ഈസ് ആൾസോ നോൺ ആസ് ആണൊപ്പന. ഈ വട്ടപ്പാട്ട് എന്ന് പറയുന്നത് ആണുങ്ങൾ കളിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ആണൊപ്പന എന്നും പറയുന്നു. ഒപ്പനയുടെ ബോയ്സ് കളിക്കുന്ന ഒരു രൂപമാണ് വട്ടപ്പാട്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ. നീള, ഈസൻ മംഗളം കളി ഈസ് ആൾസോ പെർഫോംഡ് ഇൻ സർക്കിൾ മദർ? ദർ ഇസ് എ ഫോട്ടോ ഓഫ് ഇറ്റ് ഇൻ ദ ന്യൂസ് പേപ്പർ. അപ്പം നീള ചോദിക്കുകയാണ്, മംഗളം കളിയും ഈ ഒരു വട്ടത്തിലല്ലേ പെർഫോം ചെയ്യാറ്? അതിൻ്റെ ഒരു ഫോട്ടോ പത്രത്തിൽ കാണുന്നുണ്ടല്ലോ. മദർ, മംഗലം കളി ഈസ് പോപ്പുലർ ഇൻ കാസർഗോഡ് ആൻഡ് കണ്ണൂർ ഡിസ്ട്രിക്ട്. അപ്പോൾ മംഗലം കളി എന്ന് പറയുന്നത് കാസർഗോഡും കണ്ണൂറും ഫേമസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പേരുകൾ ഓർത്ത് വെക്കണം, കാസർഗോഡും കണ്ണൂരുമാണ് ഈ ആർട്ട് ഫോം കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൾസോ അൻ ആർട്ട് ഫോം പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് ദ വെഡ്ഡിങ് സെലിബ്രേഷൻസ്. അതുപോലെ കല്യാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റൊരു ആർട്ട് ഫോം കൂടിയാണ് ഈ മംഗലം കളി. ഒപ്പനയൊക്കെ പോലെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് മംഗലം കളിയും. അതിനൊരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സംഭാഷണത്തിലൂടെ നമ്മൾ വിവിധ ആർട്ട് ഫോമിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അപ്പോൾ അത് ഓർത്ത് വെക്കണം. മദർ, മംഗലം കളി is mainly performed by a group of women. Men sing and clap their hands. It is also known as കല്യാണം കളി. അപ്പോൾ മദർ കൂടുതലായിട്ട് പറയുകയാണ്, ഇത് പെർഫോം ചെയ്യുന്നവരാണ് മെന്നാണ്, അതുപോലെ തന്നെ ഇതിനെ കല്യാണം കളി എന്നും പറയുന്നു. ദെൻ മദർ എക്സ്പ്ലെയിൻഡ് അബൌട്ട് വില്ലടിച്ചാമ്പാട്ട്, എ പോപ്പുലർ ആർട്ട് ഫോം ഇൻ സൗത്ത് കേരള. ഇതിന് ശേഷം മദർ വേറൊരു ആർട്ട് ഫോമിനെ കുറിച്ച് പറയുകയാണ്. അതിൻ്റെ പേരാണ് വില്ലടിച്ചാമ്പാട്ട്. ആൻഡ് ഇറ്റ്സ് പെർഫോംഡ് യൂസിങ് എ ലാർജ് ബോ, എ പോട്ട് ആൻഡ് എ സ്റ്റിക്ക് with jingles as musical instruments to create rhythm. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ആ ഒരു പിക്ചറിൽ കാണാം അല്ലേ. ദ ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് ആക്ടിങ് എൻഹാൻസ് ദ വിഷ്വൽ അപ്പീൽ ഓഫ് ദ സോങ്. പാട്ട് പാടുന്നതിന് കൂടെ അവർ ബോഡി കൊണ്ട് ആക്ഷൻസ് കാണിക്കും, ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത് ആ ഒരു പെർഫോമൻസിന് ഒന്നുകൂടെ ഭംഗി കൂട്ടും. വിമൻ ഡ്രസ്ഡ് ഇൻ ട്രഡീഷണൽ കേരള കോസ്റ്റ്യൂം സ്റ്റാൻഡ് ഇൻ എ സർക്കിൾ ആൻഡ് സിംഗ് സോങ് ടു പെർഫോം തിരുവാതിരക്കളി. ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് സമ്മറി പോലെ പറയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള കേരള കോസ്റ്റ്യൂമിൽ സർക്കിളിൽ സ്ത്രീകൾ നിന്ന് ഡാൻസ് കളിക്കുന്നതിനെയാണ് ആ ഒരു രീതിയിൽ കളിക്കുന്നതാണ് തിരുവാതിരക്കളി. സോങ്സ് നറേറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ആർ സാങ് ഫോർ മാർഗം കളി. ഇനി മാർഗം കളിക്ക് എന്താണ്? ക്രിസ്ത്യാനിറ്റിയുടെ, ക്രിസ്ത്യ മതത്തിൻ്റെ ഹിസ്റ്ററി പറയുന്ന പാട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ദ വിർച്യൂസ് ഓഫ് ഗ്രൂം ആൻഡ് ആർ പ്രസൻറ്റഡ് ബിഫോർ ദ ബ്രൈഡ് ത്രൂ ഒപ്പന സോങ്. ഇനി ഒപ്പന സോങ്ങിലൂടെ എന്താണ്? ആ ഒരു ബ്രൈഡിൻ്റെ, ആ ഒരു മണവാട്ടിയുടെ നല്ല കാര്യങ്ങളൊക്കെ പാടി പുകഴ്ത്തിയിട്ടാണ് ഒപ്പന കളിക്കുന്നത്. എനി ലൈഫ് റിലേറ്റഡ് ടോപ്പിക് സച്ച് ആസ് ഹണ്ടിങ്, വർക്ക് ഓർ റിച്വൽസ് ക്യാൻ ബി സബ്ജക്റ്റ് ഓഫ് ദ സോങ് യൂസ്ഡ് ഇൻ മംഗലം കളി. ഇനി മംഗലം കളിക്കാണെങ്കിലോ ഏതെങ്കിലുമൊക്കെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ, ഇപ്പോൾ ഹണ്ടിങ് വേട്ടയാട്, അതുപോലെ തന്നെ ജോലി, പല ആചാരങ്ങൾ, റിച്വൽസ്, അനുഷ്ഠാനങ്ങളെയൊക്കെ കുറിച്ചുള്ള പാട്ടാവാം മംഗലം കളിക്ക് യൂസ് ചെയ്യുക. ദെൻ വില്ലടിച്ചാമ്പാട്ട് ബിഗിൻസ് വിത്ത് വന്ദനഗാനം അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് സോങ്. വന്ദനം പറയുന്ന രീതിയിൽ, ഒരാളെ ഗ്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പാട്ടുകളാണ് വില്ലടിച്ചാമ്പാട്ടിൽ തുടങ്ങുന്നത്. ആൻഡ് ദിസ് ഈസ് ഫോളോഡ് ബൈ കഥാഗാനം. പിന്നെ കഥകൾ, പല കഥകളും പറഞ്ഞുകൊണ്ടുള്ള പാട്ടാണ് ഈ ഒരു വില്ലടിച്ചാമ്പാട്ടു പെർഫോമൻസിൽ കൊണ്ടുവരാറുള്ളത്. ഇനി ഇവിടെ ബോക്സിൽ തെയ്യത്തിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, തെയ്യത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. തെയ്യം ഇസ് എ റിച്വലിസ്റ്റിക് ആർട്ട് ഫോം ദാറ്റ് കമ്പൈൻസ് ആർട്ടിസ്ട്രി ആൻഡ് ഡെവോഷൻ ടു ഗോഡ്. കലയും അതുപോലെ തന്നെ ദൈവത്തിനോടുള്ള ഒരു ആരാധനയും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കലാരൂപമാണ് തെയ്യം. ഇറ്റ് ഈസ് എൻ ആർട്ട് ഫോം പോപ്പുലർ ഇൻ നോർത്ത് കേരള. നോർത്ത് കേരളയിലാണ് ഈ ഒരു തെയ്യം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് തെയ്യാട്ടം ആൻഡ് കളിയാട്ടം. ഇതിന് അറിയപ്പെടുന്ന മറ്റ് രണ്ട് പേരുകളുണ്ട്. ഏതൊക്കെയാണ്? തെയ്യാട്ടവും കളിയാട്ടവും. ഓർത്ത് വെക്കണം. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ഒറിജിൻ ഓഫ് തെയ്യം ഈസ് ഫ്രം ദ വേർഡ് ദൈവം, ഗോഡ്, ദൈവം അഥവാ ഗോഡ് എന്നുള്ള വേർഡിൽ നിന്നാണ് തെയ്യം എന്നുള്ള ഒരു പദം വന്നത്. Therefore, it can be said that തെയ്യാട്ടം is a ritual dance performed in the form of deities. പല ദൈവങ്ങളുടെയൊക്കെ രൂപത്തിൽ അല്ലെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ് തെയ്യാട്ടം. തെയ്യാട്ടം ഹാസ് എ സ്പെസിഫിക് ഓർഡർ ഫോർ ഇറ്റ്സ് പ്രസൻറ്റേഷൻ. അതിൻ്റേതായ ഓർഡർ ഉണ്ട് അല്ലേ, അത് പെർഫോം ചെയ്യാൻ കളിക്കാൻ വേണ്ടിയിട്ട്. ദ മെയിൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ തെയ്യം ഈസ് ദ ചെണ്ട.
തെയ്യത്തിൻ്റെ മെയിൻ ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ചെണ്ടയാണ് കേട്ടോ, അത് ഓർത്ത് വെക്കുക. ഇറ്റ് ആൾസോ യൂസസ് മദ്ദളം, ഇലത്താളം, കൊമ്പ്. മദ്ദളവും ഇലത്താളവും കൊമ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ മെയിനായിട്ട് തെയ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ചെണ്ടയാണ്. തെയ്യാട്ടം ഇസ് പെർഫോംഡ് വിത്ത് ദ റിതം ഓഫ് ഓർക്കസ്ട്ര. ഓർക്കസ്ട്രയുടെ സഹായത്തോടു കൂടി ആ ഒരു താളത്തിലൊക്കെ തെയ്യാട്ടം പെർഫോം ചെയ്യാറുണ്ട്. കംപ്ലീറ്റ് ദ വേർഡ് പസിൽ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കലകളെക്കുറിച്ച് അതിൻ്റെ പിക്ചേഴ്സ് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു പസിലുണ്ട്. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ ഓരോ പിക്ചർ എന്താണ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കറക്റ്റായിട്ട് നമ്പറിനനുസരിച്ച് ആ ഒരു കോളത്തിൽ പസിലിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ എന്താണ്? മംഗലം കളിയാണ്. ദെൻ രണ്ടാമത് തെയ്യം വരുന്നുണ്ട്. ദെൻ മാർഗം കളി, പിന്നെ കഥകളിയുടെ പിക്ചറുണ്ട്. ഒപ്പന, ദ മെയിൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ തെയ്യം ഏതാണ്? ചെണ്ടയാണ്. തിരുവാതിര കളി. ഇത്രയും കാര്യങ്ങളാണ് ആ പസിലുള്ളത്. അത് അവിടെ കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ ഡാൻസ് ഫോം സീൻ ഇൻ ദീസ് പിക്ചേഴ്സ്. ഇനി ഈ പിക്ചറിൽ കാണുന്ന ഡാൻസ് ഫോമുകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. ആദ്യത്തെ ഭരതനാട്യമാണ്, ദെൻ ചാക്യാർ കുത്ത്, പിന്നെ കേരള നടനം, അതുപോലെ ഫോക്ക് ഡാൻസ്. ഈ 4 ഡാൻസ് ഫോംസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദീസ് ആർട്ട് ഫോംസ് ആൻഡ് റൈറ്റ് ദം ഇൻ മൈ EVS ഡയറി. ഇനി ആർട്ട് ഫോംസിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ EVS ഡയറിയിൽ എഴുതുക. കളക്ട് ഇമേജസ് ഓഫ് ഡാൻസ് ഫോം ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. അതുപോലെ തന്നെ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ ഡാൻസ് ഫോമുകളുടെയൊക്കെ പിക്ചർ കളക്ട് ചെയ്ത് പേര് എഴുതിയിട്ടൊരു ആൽബം പോലെ പ്രിപ്പയർ ചെയ്യാം. ഇൻ വിച്ച് ഐറ്റം ഡിഡ് നീതു ഗോട്ട് സെക്കൻഡ് പ്രൈസ് ഇൻ കലോത്സവം? നീതുവിന് കലോത്സവത്തിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ഐറ്റം ഏതായിരുന്നു? എല്ലാവരും നോക്കിയിട്ട് അവിടെ എഴുതി വെക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യണം ഏതാണ് നീതുവിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയ ഐറ്റം എന്ന്. ലൈറ്റ് മ്യൂസിക്, വാട്ട് ആർ ദ അതർ ആർട്ട് ഫോംസ് വിച്ച് ഗേവ് ഇമ്പോർട്ടൻസ് ടു മ്യൂസിക്? ഇനി ലൈറ്റ് മ്യൂസിക് പോലെ തന്നെ മ്യൂസിക്കിന് പ്രാധാന്യം നൽകുന്ന മറ്റ് കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? കർണാട്ടിക് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക്, മാപ്പിളപ്പാട്ട്, ഫോക്ക് സോങ് എന്നുള്ളതൊക്കെ എഴുതി കൊടുക്കുക അല്ലേ. ഷാൾ ഓൾ ഓഫ് us സിംഗ് ടുഗെദർ ദ വായ്ത്താരി ഗിവൺ ബിലോ. ഇതിന് താഴെ ഒരു വായ്ത്താരി കൊടുത്തിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വായ്ത്താരി തന്നെയാണ്. അത് ഒരുമിച്ച് പാടി നോക്കാനാണ് കേട്ടോ. ദെൻ ഫോക്ക് സോങ് എന്ന് പറഞ്ഞാൽ നാടൻ പാട്ടുകൾ. ഫോക്ക് സോങ്സ് ആർ ദോസ് ദാറ്റ് ഹാവ് ബീൻ പാസ് ഡൗൺ ഓറലി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതെങ്ങനെയാണ്? ഒരു ജനറേഷനിൽ നിന്നും ഒരു തലമുറയിൽ നിന്നും മറ്റു തലമുറയിലേക്ക് അങ്ങനെ പാടിക്കൊണ്ട് എവിടെ എഴുതി വെച്ചതല്ല, പാടി എത്തിയതാണ് ഫോക്ക് സോങ്സ്. ദേ ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു സ്പോക്കൺ ലാംഗ്വേജ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഭാഷയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും ഈ ഒരു നാടൻ പാട്ടുകൾ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി റിച്വൽസ് ആൻഡ് കൾച്ചർ ഓഫ് ദാറ്റ് ലൊക്കാലിറ്റി. ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ, ഇപ്പോൾ ഏത് പ്രദേശത്തു നിന്നാണോ ആ പാട്ടുണ്ടായത് ആ പ്രദേശത്തെ കൾച്ചർ, അവിടുത്തെ പല ആചാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിലുള്ള പാട്ടുകൾ നിർമ്മിച്ചു വരുന്നത്. ഫോക്ക് സോങ്സ് ഇൻക്ലൂഡ്സ് ദോസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ, ലേബർ, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ട്രഡീഷൻ. പലപ്പോഴും എന്താണ് കൃഷിയെക്കുറിച്ച്, അവർ ചെയ്യുന്ന പണിയെക്കുറിച്ച്, അവരുടെ ട്രഡീഷനെ കുറിച്ചൊക്കെ ആവാം ഈ ഒരു ഫോക്ക് സോങ്സ്. നെക്സ്റ്റ് വരുന്നത് ക്ലാസിക്കൽ മ്യൂസിക്കാണ്. ക്ലാസിക്കൽ മ്യൂസിക് ഇസ് പെർഫോംഡ് വിത്ത് പ്രിസൈസ് സിംഗിങ് സ്റ്റൈൽ ആൻഡ് റിതം. നല്ല പ്രിസൈസ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള പാടാനുള്ളൊരു രീതിയും അതുപോലെ തന്നെ താളമൊക്കെ ഉള്ള ഒന്നാണ് ക്ലാസിക്കൽ മ്യൂസിക്. കേരള ഹാസ് മെയ്ഡ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ 2 മേജർ ക്ലാസിക്കൽ മ്യൂസിക് ഫോംസ്, കർണാട്ടിക് മ്യൂസിക് ആൻഡ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. കേരളത്തിൽ എന്താണ് വളരെയധികം കോൺട്രിബ്യൂഷൻസ് ഉള്ള 2 ക്ലാസിക്കൽ മ്യൂസിക് ഫോംസ് ഉണ്ട്, കർണാട്ടിക് മ്യൂസിക്കും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും. സ്വാതി തിരുനാൾ വാസ് എ ഗ്രേറ്റ് റൂളർ വിത്ത് ഡീപ്പ് അപ്രീഷിയേഷൻ ആൻഡ് നോളജ് ഇൻ മ്യൂസിക്. ഇനി വളരെ നല്ലൊരു റൂളറും അതുപോലെ ഭരണാധികാരിയും അതുപോലെ തന്നെ മ്യൂസിക്കിൽ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു സ്വാതി തിരുനാൾ. He composed more than 500 musical compositions in Malayalam, Hindi, Tamil, Telugu and Kannada. മലയാളത്തിലും ഹിന്ദിയിലും തമിഴും തെലുങ്കിലും കന്നഡയിലൊക്കെ ആയിട്ട് ഏകദേശം 500-ലേറെ മ്യൂസിക്സ് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. ദെൻ മാപ്പിളപ്പാട്ട് മറ്റൊരു പാട്ടിൻ്റെ രൂപമാണ് അല്ലേ. മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ മാപ്പിള സോങ്സ് ആർ വെരി പോപ്പുലർ ഇൻ ദ മുസ്ലിം സൊസൈറ്റി. സൊസൈറ്റിയിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ പോപ്പുലറായിട്ട് കണ്ടുവരുന്ന ഒരു പാട്ടിൻ്റെ രൂപമാണ് മാപ്പിളപ്പാട്ട്. ദീസ് സോങ്സ് ആർ മോസ്റ്റ്ലി കമ്പോസ്ഡ് ഇൻ സ്പെഷ്യൽ മലയാളം ലാംഗ്വേജ്, അറബിക് മലയാളം, അറബി കൂടി ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ മലയാളം ലാംഗ്വേജിലാണ് ഈ പാട്ടുകൾ പലപ്പോഴും കാണാറുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ മുസ്ലിംസ് ഇൻ നോർത്ത് കേരളയിലുള്ള മുസ്ലിംസ് യൂസ് ചെയ്യുന്ന ഒരു തരം ലാംഗ്വേജാണത്. മോയിൻകുട്ടി വൈദ്യർ ഇസ് ദ മോസ്റ്റ് റിനൗൺഡ് കമ്പോസർ ഓഫ് മാപ്പിളപ്പാട്ട്. ഇനി മാപ്പിളപ്പാട്ടിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന കമ്പോസർ ആരാണ്? മോയിൻകുട്ടി വൈദ്യരാണ്. ഇവിടെ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ പറഞ്ഞു സ്വാതി തിരുനാളാണെന്നല്ലേ. അപ്പോൾ ഈ 2 പേരുകളും ഓർത്ത് വെക്കണം. ഹാവ് യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ പെൻസിൽ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ ഇൻ സ്കൂൾ കലോത്സവം? ഇനി പെൻസിൽ ഡ്രോയിങ് അതുപോലെ തന്നെ പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻസിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? ഐ യു ഫെമിലിയർ വിത്ത് ദീസ് പെയിൻറ്റിങ്സിന് താഴെ കൊടുത്തിരിക്കുന്ന 2 പെയിൻറ്റിങ്സ് നിങ്ങൾ കണ്ട് പരിചയമുണ്ടോ എന്നാണ് ചോദിച്ചത്. ദീസ് പെയിൻറ്റിങ്സ് ആർ
These are painted by Raja Ravi Verma, a world famous painter from Kerala. കേരളത്തിൽ നിന്നുള്ള വേൾഡ് ഫേമസ് പെയിൻറ്ററായ രാജാ രവിവർമ്മയാണ് ഈ 2 ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. He was the one who introduced modern painting to Kerala. കേരളത്തിലേക്ക് ഈ ഒരു മോഡേൺ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നത്. ഈ മോഡേൺ പെയിൻറ്റിങ് കേരളത്തിലേക്ക് എത്തിച്ചത് ആരാണ്? ഈ ഒരു രാജാ രവിവർമ്മയാണ്. അപ്പോൾ രാജാ രവിവർമ്മയുടെ പേരുകൾ ഓർത്ത് വെക്കണം കേട്ടോ. ഹാവ് യു സീൻ ദ ആനിമേറ്റഡ് വീഡിയോ ഓഫ് രാജാ രവിവർമാസ് പെയിൻറ്റിങ് യൂസിങ് എ ഐ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ആനിമേറ്റഡ് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കണ്ടക്ട് ആൻ ആർട്ട് എക്സിബിഷൻ ഇൻ യുവർ സ്കൂൾ കളക്ടിങ് കോപ്പീസ് ഓഫ് രാജാ രവിവർമാസ് പെയിൻറ്റിങ്സ്. ഇനി രാജാ രവിവർമ്മയുടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്തുകൊണ്ട് സ്കൂളിൽ ഒരു എക്സിബിഷൻ പോലെ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് എന്താണ് കലാരൂപങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ഓരോ കലാരൂപങ്ങളും കൊണ്ടുവന്ന ആളുകളെ പറ്റിയൊക്കെയാണല്ലേ. ഇനി സെക്കൻഡ് ഹാഫിൽ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തിൽ പറയുന്നത് ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ്. ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ്. ഐ ഷുഡ് ടെൽ മൈ മദർ ടു ടേക്ക് മീ ടു സീ പൂരം. അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താണ്? പൂരം കാണാൻ എന്നെ കൊണ്ടുപോകാൻ അമ്മയോട് പറയണമെന്ന് പറയാണ്. ഡു യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫെസ്റ്റിവൽസ്? തൃശ്ശൂർ പൂരം ഇസ് വൺ ഓഫ് ദ ഫേമസ് കേരളാസ് ഫെസ്റ്റിവൽ അല്ലേ. ഈ ഫെസ്റ്റിവൽസിലൊക്കെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞതാണ് കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണെന്നാണ് പറഞ്ഞത്. അതിനൊരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. പലപ്പോഴും നിങ്ങൾ പിക്ചറായിട്ടും അതേപോലെ വീഡിയോസൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ ഈ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ. ഡു യു ഹാവ് ഫെസ്റ്റിവൽസ് ഇൻ യുവർ പ്ലേസ് ടു? ഇനി നിങ്ങളുടെ പ്രദേശത്തും ഫെസ്റ്റിവൽസൊക്കെ ഉണ്ടോ? കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് മെയിൻ ഫെസ്റ്റിവൽസ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് പ്രിപ്പയർ വാൾ മാഗസിൻ. നിങ്ങളുടെ പ്രദേശത്തുള്ള മെയിൻ ആയിട്ടുള്ള ഫെസ്റ്റിവൽസിനെ കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞിട്ട് ഒരു വാൾ മാഗസിൻ പ്രിപ്പയർ ചെയ്യാനാണ്. ഇനി ഇവിടെ താഴെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്. മാവേലി നാടു വാണിടും കാലം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ? ഹോപ്പ് യു ഹാവ് ഹേർഡ് ദിസ് ഓണം സോങ്. ഫൈൻഡ് ദ നെക്സ്റ്റ് ലൈൻസ് ആൻഡ് സിങ് അലോങ് ഇൻ ദ ട്യൂൺ. അപ്പോൾ ഈ ഒരു ഓണം സോങ് ക്ലാസ്സിൽ കൂട്ടുകാരുമൊത്ത് പാടാനാണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് ഓണം സെലിബ്രേഷൻ ഇൻ നിലാസ് സ്കൂൾ. നിളയുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ നടന്നപ്പോൾ എടുത്ത പിക്ചേഴ്സാണ് കേട്ടോ അത്. ഓണം ഈസ് അവർ നാഷണൽ ഫെസ്റ്റിവൽ. നമ്മുടെ നാഷണൽ ഫെസ്റ്റിവൽ ഏതാണ്? ഓണമാണ്. റൈറ്റ് ഹൗ ഓണം ഈസ് സെലിബ്രേറ്റഡ് ഇൻ യുവർ സ്കൂൾ ആൻഡ് അറ്റ് യുവർ ഹോം ഇൻ മൈ EVS ഡയറി. ഓണം എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ സ്കൂളിലൊക്കെ ഓണം സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്? നിങ്ങളുടെ ഓണത്തിൻ്റെ നല്ല ഓർമ്മകളൊക്കെ EVS ഡയറിയിൽ എഴുതാനാണ്. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ സെലിബ്രേഷൻസ് ഷോൺ ഇൻ ദ പിക്ചർ ആൻഡ് പ്രിപ്പയർ നോട്ട്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന സെലിബ്രേഷൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെക്കുറിച്ചുകൂടെ കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ എന്താണ്? പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം അതൊരു ക്രിസ്മസ് സെലിബ്രേഷനാണല്ലേ. രണ്ടാമത്തത് ഈദ് സെലിബ്രേഷനാണ്. ആർ ദർ എനി അതർ ഫെസ്റ്റിവൽസ് ആൻഡ് സെലിബ്രേഷൻസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ്? ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സെലിബ്രേഷനിൽ പങ്കെടുക്കണമെന്നോ അതിൻ്റെ ഭാഗമാവണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് സെലിബ്രേഷൻസിൻ്റെ പേരും കൂടെ അവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഇനി ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നോക്കിയാലോ. മാച്ച് ദ ഫോളോയിങ് ബൈ ഡ്രോയിങ് ലൈൻസ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ ഒരു മാച്ച് ദ ഫോളോയിങ് എന്തായാലും പഠിക്കണം കേട്ടോ എല്ലാവരും. ഇൻവെൻറ്റർ ഓഫ് ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളൽ കണ്ടെത്തിയത് ആരാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ആദ്യത്തെ മാച്ച് ചെയ്യാനുള്ളത് അത് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പോൾ ഇത് മാച്ച് ചെയ്തത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് എന്തായാലും ചോദിക്കും. ദെൻ എക്സ്പോണൻ്റ് ഓഫ് മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടിൻ്റെ എക്സ്പോണൻ്റ് ആരായിരുന്നു? മോയിൻകുട്ടി വൈദ്യർ. വേൾഡ് റിനൗണ്ട് പെയിനർ ആരായിരുന്നു? രാജാ രവിവർമ്മ. മ്യൂസീഷ്യൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ, ഭരണാധികാരിയും അതുപോലെ തന്നെ മ്യൂസീഷ്യനുമായിട്ടുള്ള ആളായിരുന്നു സ്വാതി തിരുനാൾ. അപ്പോൾ ആരൊക്കെയാണ്? ഇൻവെൻറ്റർ ഓഫ് ഓട്ടൻതുള്ളൽ എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. എക്സ്പോണൻ്റ് ഓഫ് മാപ്പിളപ്പാട്ട് കൊണ്ടുവന്നത് മോയിൻകുട്ടി വൈദ്യർ. ദെൻ വേൾഡ് റിനൗണ്ട് പെയിൻറ്റർ, അറിയപ്പെടുന്ന പ്രശസ്തമായിട്ടുള്ള പെയിൻറ്റർ ആരായിരുന്നു? രാജാ രവിവർമ്മ. പിന്നെ മ്യൂസീഷ്യനും അതുപോലെ തന്നെ ഒരു ഭരണാധികാരിയും ആയിരുന്ന ആളാണ് സ്വാതി തിരുനാൾ. നെയിം ദ ഇമ്പോർട്ടൻറ്റ് ലോക്കൽ ആർട്ട് ഫോംസ് ഇൻ കേരള, പ്രിപ്പയർ നോട്ട്സ് ഓൺ ഇറ്റ്. രണ്ടാമത്തെ എന്താണ്? കേരളത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ആർട്ട് ഫോംസിനെ കുറിച്ച് നോട്ട് എഴുതിയിട്ട് പേര് എഴുതിയിട്ട് അതിനെക്കുറിച്ചുള്ള നോട്ടൊക്കെ എഴുതാനാണ്. അപ്പോൾ ഏതൊക്കെ ഒരുപാട് ആർട്ട് ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ അറേഞ്ച് എ കൾച്ചറൽ പെർഫോമൻസ് ബൈ ഇൻവൈറ്റിംഗ് ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് ടു സ്കൂൾ ആൻഡ് എൻജോയ് ദ പെർഫോമൻസ്. ടീച്ചറിൻ്റെ ഹെൽപ്പോടുകൂടി ഏതെങ്കിലും ഒരു ടാലൻറ്റഡ് ആർട്ടിസ്റ്റിനൊക്കെ നിങ്ങൾ സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ പെർഫോമൻസ് ഒക്കെ വാച്ച് ചെയ്യാനാണ്. പലപ്പോഴും ആർട്സ് ഫെസ്റ്റിവലിനൊക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്യാറുണ്ടല്ലേ. സിംഗേഴ്സിനെയും ഡാൻസേഴ്സിനൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അവർ പെർഫോം ചെയ്യുന്നത് എല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. മേക്ക് എ കൊളാഷ് ഇൻക്ലൂഡിങ് പിക്ചേഴ്സ് ഓഫ് വേരിയസ് ആർട്ട് ഫോംസ് കേരള. കേരളത്തിലുള്ള വേരിയസ് ആയിട്ടുള്ള ആർട്ട് ഫോംസിൻ്റെ പിക്ചർ കളക്ട് ചെയ്തൊരു കൊളാഷ് രൂപത്തിൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിൽ ഗ്രൂപ്പ് വർക്കായിട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഒട്ടിച്ച് വെക്കാതെ.
Third question, identify the games and art forms associated with Onam and prepare a class magazine. ഇനി ഓണത്തിന് കുറിച്ച് അല്ലെങ്കിൽ ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്, ഗെയിംസൊക്കെ അല്ലേ. അപ്പോൾ ഓണം സെലിബ്രേഷനിൽ സ്കൂളിൽ എന്തൊക്കെ ഗെയിംസ് നടക്കാറുണ്ട്, ഇപ്പോൾ ഉറിയടി, ഓണത്തല്ല്, അങ്ങനെയുള്ള ഒരുപാട് ആർട്ട് ഫോംസ് അല്ലെങ്കിൽ ഗെയിംസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ പേരൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാനാണ്. അതുപോലെ അത് ക്ലാസ് മാഗസിനിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യണം. ഈ യൂണിറ്റിൽ കേരളത്തിലുള്ള വിവിധ കലാരൂപങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ പെയിൻറ്റിങ്സ്, തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റർ, ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ ഓരോ സോങ്സൊക്കെ കൊണ്ടുവന്ന ആളുകളാർ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. തൃശ്ശൂർ പൂരം പോലുള്ള ഫെസ്റ്റിവൽസിനെ കുറിച്ചും. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നല്ലൊരു ചാപ്റ്റർ തന്നെയായിരുന്നു ഇത്. ഇതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു. അതുപോലെ ചാപ്റ്ററിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനുമാണ് തന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. കീപ് വാച്ചിങ്. താങ്ക് യു ഓൾ.